ജാവ്ദേക്കറെ കണ്ട അറിയാമല്ലോ, കേരളത്തിന്റെ ഇൻചാർജ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, സർപ്രൈസായി. പക്ഷെ വിഷയം എന്താണ്? LDFന് സഹായകര വിഷയം കൊണ്ടല്ലേ വന്നേക്കണ. SNC ലാവ്ലിൻ അടുത്ത പോസ്റ്റിംഗിൽ കൺസീഡ് ചെയ്യുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. വലിയ കാര്യമല്ലേ? ഈ PJ എടുത്ത തെറ്റെന്താ? എന്താ തെറ്റ്? ഇന്ന് സുധാകരൻ പറഞ്ഞല്ലോ ഗവർണറാക്കാന്ന് പറഞ്ഞു. ഏത് ഗവർണർ? എവിടെ ഗവർണർ? ഒരു ഗവർണർ പോസ്റ്റ് പോലും വേക്കൻസി ഇല്ലാ സമയത്ത്. തൃശൂർ സീറ്റിൽ മാത്രം സഹായം നടക്കില്ല. കാരണം അത് LDFന്റെ മുന്നണിയിൽ CPIയുടെ സീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, PC തോമസിന്റെ സഹായം പണ്ട് പിണറായി വിജയൻ തേടി. അന്ന് PC തോമസ് വാജ്പേയി മന്ത്രിസഭയിലോ MOS ലോ. പിന്നെ PC തോമസിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയനും ഞാനും തമ്മിൽ എക്കച്ചക്കലായി. പക്ഷെ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ മൂവാറ്റുപുഴയിലെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇസ്മായിലിനെ നിർത്തി 500 വോട്ടിന് PCയെ കരകയറ്റി. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം മൂവാറ്റുപുഴ മണ്ഡലം നിന്നുപോയി. അതേ ടെക്നിക്ക് നമുക്ക് ഒരു സീറ്റിന്. അപ്പൊ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും അവിഞ്ഞ ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ട് നോക്കാന്നോർത്ത്, കടന്നപ്പള്ളിയുടെ പാർട്ടിക്ക് വല്ലത്. അപ്പൊ അങ്ങനെ തൃശ്ശൂർ വിട്ട് മാറൂല. അനിൽ ആന്റണി എറണാകുളത്തും PC ജോർജ് പത്തനംതിട്ടയിലും സുരേഷ് ഗോപി മറ്റൊരു സ്ഥലത്തേക്കും മാറ്റി ഒരു ധാരണയിൽ എത്താമെന്ന് പറഞ്ഞു. അതിന് തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ NDAക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കായിരുന്നു. ഇപ്പൊ 20 സീറ്റും തോക്കും. അനിൽ ആന്റണി പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഞാൻ മുന്നോട്ടാണെന്ന്. മുന്നോട്ടല്ല, പിന്നോട്ട്. കാണാം ജൂൺ 4-ാം തീയതി. ഘടകകക്ഷിയിലെ സീറ്റ് ഓൾറെഡി അവര് സുനിൽകുമാർ സുനിൽകുമാർ മുൻകൂട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞു. പിന്നെ കാനം മരിക്കണേന് മുമ്പ് പറഞ്ഞു അത് സുനിലിന് കൊടുക്കേണ്ട സീറ്റാണ് LDF കൺവീനറോട്. അതൊന്നുമല്ല, ഒരു സീറ്റ് ജയിച്ചാൽ പകരം എന്തും ചെയ്യും. 26 LDFന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, 24-ൽ NDA വന്നില്ലേ, ഞങ്ങൾ എങ്ങനെ 26-ൽ LDF എങ്ങനെ തിരിച്ചു വരുന്നു പറയാൻ കൃഷ്ണ ജാവ്ദേക്കർ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. എന്റെ ഷിജു എന്നല്ലേ പേര് ഇദ്ദേഹത്തിന്റെ. ഓളം ഉണ്ടാ IPക്ക്, വട്ടണ്ട അദ്ദേഹത്തിന്. ഇത്രയും സാഹചര്യം കിട്ടുമ്പോ ഒരു സീറ്റ് കൊടുത്താ പോരെ? PC തോമസ് മോഡൽ ഓപ്പറേഷൻ നോക്കി, എത്രയില്ല. ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ. ന്യൂ ജനറേഷൻ മൊബൈല്, ന്യൂ ജനറേഷൻ വല്ല അനക്കവും നടക്കുമോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിങ്ങൾക്കെതിരാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി ആകത്തൊക്കെ എതിരാണ്. നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചാക്കിടാൻ നോക്ക്. അതിന് തൊട്ട് പാതിരിമാരുടെ പുറകെ അവരിറങ്ങി. ജയരാജൻ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി പിടിച്ചാൽ നിങ്ങൾക്ക് കടന്നുകൂടാം. നന്ദകുമാറിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. ജാവ്ദേക്കറുടെ അടുത്ത് ആരോ ചെന്നപ്പോൾ അങ്ങനെ ചീറ്റണുണ്ട്. ഹൂസ് നന്ദകുമാറിനെ ചോദിച്ചു, ബ്ലഡി ഫുൾ എന്നൊക്കെ പറഞ്ഞു. കുമാർ എന്ന് പറഞ്ഞാൽ അത് വിട്. EP ജയരാജൻ എവിടെയല്ലേ വന്നിരുന്നത്? ഇവിടുത്തെ കലണ്ടറിൽ കിടപ്പുണ്ടല്ലോ അദ്ദേഹം ഇരുന്ന പടം. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അതെന്താ ചോദ്യം? EP ജയരാജൻ BJP ജോയിൻ ചെയ്യാനല്ല പോയത്. EP ജയരാജൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തായ പിണറായി വിജയന്റെ രക്ഷകനായാണ് പോയത്. പിന്നെ ഇന്ന് CPMൽ പിണറായി വിജയൻ എന്നെതിരെ AK ബാലൻ, EP ജയരാജൻ, ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി എല്ലാവരും ഒരു മാനസിക പിരിമുറുക്കത്തിലാണ്. കാരണം റിയാസിന് പുനഃപ്രതിഷ്ഠ കൊടുക്കാൻ നടത്തുന്ന നീക്കങ്ങളിൽ പാർട്ടിയിൽ എതിർപ്പുണ്ട്. ഞാൻ ആ പാർട്ടിയുടെ ഭാഗമൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നാളെ ഇപ്പൊ എന്നെ കൊല വിളിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. മാഡം ഒന്ന് ശ്രദ്ധിച്ചു കേക്ക്. അതായത് പിണറായി വിജയന് SNC ലാവ്ലിൻ കേസിൽ സഹായകരമായ നിലപാടാണ് ഞങ്ങളുടെ ഡിസ്കഷനിൽ വന്നത്. മറിച്ച് ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടുകൂടി സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷും EP ജയരാജനും AK ബാലനും MA ബേബിയും ഈ കുടുംബ ഇടപെടലുകൾക്ക് എതിരായിട്ടുള്ള മാനസിക നിലപാടിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കണം. അവർക്കെല്ലാം വിമിഷ്ടങ്ങളുണ്ട്. കാരണം റിയാസ് എന്ന് പറഞ്ഞ ജൂനിയർ സീനിയർ ആയതിന്റെ ദുഃഖം അവരിൽ കണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും SNC ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കുക എന്നുള്ള മെയിൻ ലക്ഷ്യത്തിലൂന്നിയാണ് ജാവ്ദേക്കർ ഡിസ്കഷൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ആ കേസ് കടുപ്പിച്ചു. നിങ്ങൾ കണ്ടോ, 1-5 കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-5 കേസ് സോളിസിറ്റർ ജനറൽ വാദം തുടങ്ങും. നിങ്ങൾ ഞാൻ പറഞ്ഞ തെറ്റില്ലെങ്കിൽ നോക്കി. കൂടിക്കാഴ്ച നടങ്ങിയ ഡേറ്റ് ഒന്നും നോക്കി എനിക്കിപ്പോ കാണാണ്ട് അറിയാൻ പറ്റും.
അതായത് കഴിഞ്ഞ വർഷം ഇനിയിപ്പോൾ മാസവും നാളും ഒക്കെ ഞാൻ ഓർത്തിരിക്കണില്ല. സർപ്രൈസ് ആയിട്ട് നടന്ന കൂടിക്കാഴ്ച. ഞാൻ പറയുന്ന കേക്ക്, ഒരു മിനിറ്റ്, വിശ്വസിച്ചേ പറ്റൂ. ഞാൻ വിശ്വസിക്കണം എന്നിട്ട് എനിക്ക് നിർബന്ധമില്ല. ഞാൻ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ആളാണ്, കളവേ പറയണില്ല. ഞാൻ പറയണ അദ്ദേഹം ഇവിടെ നിന്ന് തെലങ്കാനയ്ക്ക് ട്രാൻസ്ഫർ ആവണതിന് മുമ്പ്, തെലങ്കാനയ്ക്ക് ട്രാൻസ്ഫർ ആവണതിന് മുമ്പ് കൂടുതൽ ചോദിക്കരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, SNC ലാവലിൻ പിൻവലിക്കും, എല്ലാ കേസുകളും ഒഴിവാക്കും, 26 തിരിച്ചു വരാനുള്ള ചാൻസ് ഒരുക്കും, ഓൺലി സുരേഷ് ഗോപി. അപ്പൊ നമ്മൾ തിരിച്ചു വെച്ചു മിസ്റ്റർ ജാവദേക്കർ, വാട്ട് അബൌട്ട് 24? NDA പവറിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? EP ജയരാജന് തലയ്ക്ക് ഓളം ഉണ്ടാവും സുഹൃത്തെ, വട്ടണ്ട. പോയവരുടെ സ്ഥിതി അറിയാല്ല, BJPയിലേക്ക് പോയവരുടെ. ഇപ്പൊ പത്മജ വേണുപോലെ എന്തായി? ടോം വടക്കൻ ഡെയിലി കോൺഗ്രസിന്റെ വക്താവായി TV നിറഞ്ഞിരുന്ന ടോം വടക്കൻ എവിടെ? എന്ത് ബേസ് ഉണ്ട്? ഒരു സീറ്റ് ജയിക്കൂ കേരളത്തിൽ, ചാലഞ്ച് ചെയ്യണം, 20 തോക്കും. ഈ അടുത്ത ആഴ്ചകളിൽ ചില കാര്യങ്ങൾ ഉരുണ്ടുകൂടിയാൽ അധികാരത്തിലും വരൂല, ഒരു സംശയവും വേണ്ട. 273 എന്നുള്ള മാർജിൻ കടക്കാൻ നിങ്ങൾ കണ്ടോ? 29 കഴിഞ്ഞുള്ള ആഴ്ചകൾ കഴിഞ്ഞാൽ കണ്ടോ? ഇനി തേർഡ് ഫേസ് മെയ് 7 സ്റ്റാർട്ട് ചെയ്യുന്ന. അതിനു മുമ്പ് ചില സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ കടക്കൂല. അതല്ല ഞാൻ പറഞ്ഞല്ലോ, കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ SNC ലാവലിൻ കേസ് അവസാനിപ്പിക്കും. ആരവസാനിപ്പിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, CBI. മറ്റ് കേസുകളിലെ അന്വേഷണങ്ങൾ. ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളിൽ മറുപടി പറയുകയായിരുന്നു TG നന്ദകുമാർ. ഒപ്പം പുതിയ ആരോപണങ്ങളടക്കം BJPക്ക് തൃശൂർ സീറ്റ് ജയിപ്പിക്കാൻ ചർച്ച നടത്തിയതടക്കമുള്ള പുതിയ ആരോപണമടക്കം TG നന്ദകുമാർ